നമസ്കാരം, അമൃതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രനേറോ എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് മൈക്ക് വാങ്ങി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ കുറച്ച് ടെസ്റ്റിംഗ് വീഡിയോസും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും ആ ഒരു പ്രോഡക്റ്റിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം എൻ്റെ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നില്ല. ഫോർ ദ പ്രൈസ് അത് ചിലപ്പോൾ വർത്തായിരിക്കും. അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഭയങ്കര എക്സ്ട്രീം സൗണ്ട് കണ്ടീഷൻസിൽ, അതായത് എക്സ്ട്രീം എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസിനകത്തും നല്ലൊരു വോയിസ് ക്ലാരിറ്റി വേണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പോറായിട്ട് തോന്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 1-2 വീഡിയോസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് തോന്നിയില്ല. അപ്പോൾ ഇനി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ളൊരു സൗണ്ട് ക്ലാരിറ്റി കിട്ടൂല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റോഡിൻ്റെ മൈക്കായിരുന്നാലും ബോയയുടെ മൈക്കായിരുന്നാലും അതുപോലെ DJIയുടെ വയർലെസ് മൈക്കുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള വയർലെസ് മൈക്കുകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ ഹൈ ആണ്. എന്നാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടും ഒരു അഫോർഡബിൾ റേഞ്ചും ഉള്ള ഒരു മൈക്കാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഗ്രനേറോ മൈക്ക് ആദ്യം ഒന്ന് മാറ്റിയെടുത്തായിരുന്നു. രണ്ടാമത് എടുത്തപ്പോഴും സെയിം റിസൾട്ട് തന്നെ. അങ്ങനെ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ Xtreme Acoustics എന്ന് പറഞ്ഞിട്ട് അതൊരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. ഇന്ത്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സാങ്കേതിക വിദ്യയൊക്കെ ചൈനീസ് ആയിരിക്കും, പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു തലസ്ഥാനമുണ്ട്, അതിനൊരു അഡ്രസ്സുണ്ട്, ഒരു വെബ്സൈറ്റും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസ്യതയോടുകൂടി അത് വാങ്ങിക്കാം. എന്തായാലും അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3യിൽ ഞാൻ ഫേസ് റെക്കഗ്നിഷൻ ഇട്ടിരിക്കുകയാണ്. അത് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്യാമറയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ്. യെസ്, അപ്പോൾ ഇതാണ് സാധനം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നന്നായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചൈനീസ് കത്തി ഇത് സിംഗിൾ ചാനലാണ്. ഡ്യുവൽ ചാനൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വയർലെസ് മൈക്കിനേക്കാളും ബെറ്റർ കുറച്ചും കൂടെ നല്ല പാക്കേജിങ് ഒക്കെ ആയി. ഞാൻ ആദ്യം കുറച്ച് റിവ്യൂസൊക്കെ കണ്ടത് അതിലൊക്കെ വളരെ മോശമായിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ്. പൊടിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. ഫ്രീ ഓൺലൈൻ ലേണിംഗ് കോഴ്സ് സ്കാൻ ചെയ്യുക. എന്തോന്ന് ലേണിംഗ് കോഴ്സ്? എന്നാലും അത് കയറി നോക്കാം. Xtreme Acoustics, അതിൻ്റെ മോഡൽ നമ്പറാണ്. സിംഗിൾ ചാനൽ വയർലെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പർപ്പസ്, അതായത് ഇതിൽ കുറേ ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷനൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബെറ്റർ ആണോ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഓപ്പണിങ് ഇങ്ങനെയാണ്. നമ്മുടെ പുട്ടൊക്കെ കുത്തിയെടുക്കുന്നതാണ്. സബ്ജക്റ്റ് ലോസ്റ്റ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് അതിലോട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേസ് റെക്കഗ്നിഷൻ പോകും. ഓക്കെ, ഇതാണ് പെട്ടി. പെട്ടിക്കകത്ത് നല്ല പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച കണക്ക് തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇത്രയും ഞാൻ ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല. ലുക്സ് കൂൾ. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒരു ബേസ് മോഡലുണ്ട്. അതിലെനിക്ക് വലിയൊരു വിശ്വാസമില്ല. കാരണം ഇനി വീണ്ടും ഇതൊക്കെ തിരിച്ചയച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിലോട്ടങ്ങ് സ്റ്റിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വിരൽ കയറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻ ക്വാളിറ്റി മച്ച് ബെറ്റർ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഉപയോഗിച്ച അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഗ്രനേറോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ക്വാളിറ്റി വൈസിനൊരു സുപ്പീരിയോറിറ്റി ഉണ്ട്. ഓക്കെ, ലൈക്ക് ദിസ്. ഇതൊരു കോമൺ ബോക്സ് ആണെന്ന് തോന്നുന്നു. 3 എണ്ണമുള്ള ഡ്യുവൽ ചാനൽ വരെയാണെങ്കിൽ അതും കൂടെ പാക്ക് ചെയ്യത്തക്ക വിധത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു ബോക്സ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യെസ്, അടിയിലായിരിക്കും ഇതിൻ്റെ കേബിൾസൊക്കെ. യെസ്, കേബിളും മാനുവൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. യൂസർ മാനുവൽ, ഒരു ബോത്ത് എൻഡ് സി ടൈപ്പ് കേബിള്, ഒരു TRRS പിന്നും ഒരു TRRS to TRS പിന്നും. അതായത് TRRS നമുക്ക് സ്മാർട്ട് ഫോണിലൊക്കെ കണക്ട് ചെയ്യാനും TRS to TRRS വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഡിവൈസസിലൊക്കെ കണക്ട് ചെയ്യാൻ, ക്യാമറ, GoPro അതിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം. അതുപോലെ ഈ 2 മോഡ്യൂൾസും ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളും കൂടെ ഉണ്ട്. അതും C ടൈപ്പ് ചാർജിങ് ആണ്. ഇതിനി ഉദ്ദേശിച്ചൊരു സൗണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ പാക്കിങ് കാഴ്ചയ്ക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മൈക്ക് മോഡ്യൂൾ. അതും കാഴ്ചയ്ക്കൊക്കെ ഒരു ബെറ്റർ ഫീലിംഗ് തരുന്നുണ്ട്. ഒരു ക്വാളിറ്റി, ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. വെറും ലോക്കലല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ. ഇനി നമുക്ക് സ്വല്പം നേരത്തേക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്തിടാം, അല്ലെങ്കിൽ ഇരുന്ന് പുകഞ്ഞു. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഫോണിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓണാവും. സോ ലെറ്റ്സ് സീ. മോട്ടീവിൽ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് തന്നെ നോക്കാം. ഹലോ ഹലോ ചെക്ക്. ഹലോ 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 ചെക്ക്. ഹലോ ഹലോ. അപ്പോൾ എന്തായാലും
നമുക്കത് ഒന്ന് അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ക്യാമറയിലാണ്. സോ ഈ ഒരു ഗോപ്രോയിൽ ഇത് കണക്ട് ചെയ്ത് നോക്കാം. സോ ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുന്ന പിന്ന്. ഇതിൻ്റെ TRRS പിൻ നമുക്ക് റിസീവറിൽ കണക്ട് ചെയ്യും, ഇതിൻ്റെ ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്യണം. TRS പിൻ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യണം. ഗോപ്രോ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഗോപ്രോ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇത് കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണോ എനിക്ക് മനസ്സിലാകാത്തത്. ഹലോ ചെക്ക്. ഹലോ ഹലോ ഹലോ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ JBL ആണ്. ഹലോ ചെക്ക്. ഹലോ ഹലോ ചെക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക്. ഹലോ 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 ചെക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വയർലെസ് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ലാഗ്, അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫുൾ സ്റ്റോപ്പ്, അതൊരു ചെറിയൊരു ലാഗ് എനിക്ക് തോന്നുന്നു ഈ ഒരു വയർലെസ് ട്രാൻസ്മിഷൻ്റെ ഒരു ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് റോഡിൻ്റെ മൈക്കിൽ ഞാൻ അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ യൂട്യൂബിലുള്ള പല വീഡിയോസും കാണുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുന്നതിലൊന്നും വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല. അത് കാരണമാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ഗ്രനറോ മൈക്കിൽ അതൊരു തരം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടും കൂടെയാണ്. അതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്താലും ഈ ഒരു ലാഗ് അത് ഭയങ്കരമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലോ വോളിയം ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചങ്ങ് ബ്രേക്ക് ആയി പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഞാനതിൽ ഫേസ് ചെയ്ത്, എസ്പെഷ്യലി അതിൻ്റെ ഔട്ട്പുട്ട് സൗണ്ട് എനിക്ക് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നി. വണ്ടിയുടെ അകത്ത് വെച്ചും ഞാൻ പുറത്ത് ഔട്ട്ഡോറിലൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊന്നും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ ബുള്ളറ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒട്ടും ക്ലിയർ ആവുന്നില്ല. ഞാൻ ഹെൽമെറ്റിനകത്താണ് വെച്ചിട്ട് റൈഡ് ചെയ്യുമ്പോൾ സംസാരിച്ചിട്ട് പോലും ആ ഒരു എല്ലാം കൂടെ നോയ്സും എൻ്റെ സൗണ്ടിൻ്റെ ഒരു റിവേർബിങ് ആയിട്ടുള്ളൊരു സൗണ്ടും എല്ലാം കൂടെ ഒരു ആകെ കുളമായിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോസസ്സ് ചെയ്താലും അത്ര ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ പർപ്പസിനെ മീറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്ത്, ഇത് എനിക്ക് ആദ്യമേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനോടായിരുന്നു എനിക്ക് കൂടുതൽ ട്രസ്റ്റ്. എങ്കിലും ഇതിൻ്റെ കൂടെ ആ മൗത്ത് പഫ് ഒന്നുമില്ല, ആ വിൻഡ് ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു സംവിധാനം, ആ ഒരു പഫിങ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും കേട്ടിടത്തോളം ആൾ ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡ്യുവൽ ചാനൽ വാങ്ങിച്ചാലും മതിയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ ചാർജ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഞാൻ കോളർ മൈക്ക്, ലവലിയർ മൈക്ക് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതും വയർഡ് മൈക്ക് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ചാർജ് ചെയ്ത് വെക്കണം, അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ഞാനിതൊക്കെ മറന്നു പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഗോപ്രോയിലാണ്. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും അത് കേൾക്കാൻ പറ്റും, ഫൈനൽ വീഡിയോയിൽ നിങ്ങൾക്കും അത് കേൾക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ എന്തായാലും അടുത്തൊരു 6 monthsനകത്ത് അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് റേഞ്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക്. ഹലോ ഹലോ. ഇവിടെ സിഗ്നലൊക്കെ കാണിക്കുന്നുണ്ട്, ഇത്രയും റേഞ്ചൊക്കെ നിൽക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.